ഇപ്പം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ കൂടി ചേരുകയാണ്. ടീച്ചർ, നമ്മൾ പാസ്റ്റർമാരുടെ, അതായത് വ്യാജ പാസ്റ്റർമാർ നടത്തുന്ന കൊടും ക്രൂരതകളുടെ വാർത്തകൾ നിരന്തരം പുറത്തുവിടുന്നുണ്ട്. കൃത്യമായ ഒരു നടപടി ആഭ്യന്തര വകുപ്പ് എടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവം. എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്ന ഒരു വാർത്തയുണ്ട്. അതായത് പാസ്റ്റർ സോളമൻ, ഇയാൾ അവിടെ എത്തിയ ഒരു വിശ്വാസിയായ യുവതിയെ, വിധവയെ കടന്നുപിടിക്കുന്നു. ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അതിന് പിന്നാലെ ഇയാൾ ആ പെൺകുട്ടിയെ വിളിച്ച് സ്വാധീനിക്കുകയാണ്. പറയുന്നത് ഇത്തരത്തിൽ താൻ പീഡനത്തിനിരയായിട്ടില്ല എന്ന് പൊതുസമൂഹത്തോട് പറയണമെന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ്. അതായത് അവരെ ജീവിക്കാൻ പോലും ഇയാൾ വിടുന്നില്ല എന്നുള്ളതാണ്. ഈ വാർത്ത നമ്മൾ നൽകിയതിന്റെ പേരിൽ ജനം ടിവിയെ പാഠം പഠിപ്പിക്കുകയാണ് ഈ പാസ്റ്റർ. എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഇത് കേവലം നമ്മുടെ ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഇത് ഭാരതം മുഴുവനുണ്ട്. പക്ഷെ മറ്റുള്ള പല സ്ഥലങ്ങളിലും ഭരണകൂടം കുറച്ചുകൂടെ ഇതിനെ പറ്റിയിട്ട്, കാരണം ഇത്തരം ഒരു കേസ് വന്നാൽ അതിന് നേരെ നടപടിയെടുക്കാനും അത്തരം കാര്യങ്ങളിൽ ഭരണകൂടം ഇവരാൽ സ്വാധീനിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരമാണ്. പക്ഷെ കേരളത്തിൽ വോട്ടിനും പണത്തിനും അപ്പുറം ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഭരണത്തിൽ എന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ തണലിൽ ഇവർ തഴച്ചു വളരുകയാണ്. ഇത് വലിയൊരു ഭീഷണിയാണ്. ഒന്ന്, സാധാരണക്കാരന്റെ സ്വൈരത തകർത്തുകൊണ്ട് അവരുടെ സ്വകാര്യതകളിലേക്ക് ഇവർ ഇറങ്ങിയിട്ടില്ല. അത് രോഗശാന്തിയുടെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞിട്ട്, അതും അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദേവതമാരാണ് നിങ്ങളുടെ ദോഷത്തിന് കാരണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കൂടോത്രത്തിന്റെ പേര് പറഞ്ഞ്, ഇങ്ങനെ പറഞ്ഞ് സാധാരണക്കാരുടെ ജീവിതം ഒരു ഭയത്തിന്റെ അവസ്ഥയായിരിക്കും. നമുക്ക് കുടിക്കണ കഞ്ഞിക്ക് സ്വൈരമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ആരൊരാളും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇന്നിന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി മനസ്സിന് അത്രയും ധൈര്യമില്ലാത്തൊരു ശരിയാണല്ലോ, കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അവരുടെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഒരു ഭീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് അവരുടെ കിടക്കസേരം കടത്തുക. അതോടൊപ്പം തന്നെ പണവും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പണവും പെണ്ണും, ഇത് രണ്ടുമാണ് ഈ പാസ്റ്റർമാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. ഇത് എത്രയോ കേസുകളായി നമ്മളിത് ചർച്ച ചെയ്യുന്നു. ഈ പുറത്തു വരുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ അവർക്കിടയിലുണ്ട്. അവർ തമ്മിൽ തന്നെ തെറ്റുമ്പോ പറയുന്ന കാര്യങ്ങളിലെല്ലാം പുറത്തു വരുന്നത് ഈ പണവും പെണ്ണും മാത്രമാണ്. അപ്പൊ പണത്തിനും പെണ്ണിനും മതത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല? ചോദിച്ചുകൊണ്ട്, കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും മതത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നവര്, ഇപ്പൊ നമുക്ക് ക്രൈസ്തവ സഭകളെ പറ്റിയൊക്കെ അറിയാം. നമുക്ക് ആരാധന എങ്ങനെ തിരിഞ്ഞു വേണം എന്നുള്ളതൊക്കെ തന്നെ വലിയ ചർച്ച നടക്കുന്ന വിധത്തിൽ ഔദ്യോഗിക സഭകൾ അവരാരും ഇത് നിൽക്കുന്നില്ല നമുക്കറിയാം. അപ്പൊ അത്തരം ഔദ്യോഗിക സഭകൾ വരെ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് ഇത്തരം വിഷയങ്ങൾ എത്തിക്കേണ്ടത്. ഇതൊരു നാടിന്റെ സ്വൈരതയുടെയും സ്വസ്ഥതയുടെയും പ്രശ്നമാണ്. ഏതാനും ചിലർ നിയമത്തിനൊക്കെ അതീതരായിട്ട് ഇങ്ങനെ വിലക്കുക. പാവപ്പെട്ട അമ്മമാർക്ക് പോലും സ്വൈര്യമില്ല. ഇതിപ്പോ ഇവരത് പുറത്തു പറയാതെ എത്ര അമ്മമാർക്ക് സഹിക്കുന്നുണ്ടാവും. കാരണം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പുറത്തിറങ്ങിയാൽ, കാരണം പൊതുവായ സമാജത്തിന്റെ ഒരു മനസ്സ് വെച്ചുകൊണ്ട് എങ്ങനെയായാലും ആ സ്ത്രീയും വേട്ടയാടപ്പെടും. അതുകൊണ്ട് സമാജത്തിന്റെ മുന്നിൽ അവരൊരു പരിഹാസ കഥാപാത്രമായി മാറിയാലോ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ തൽപ്പേര് പോയാലോ എന്ന് വിചാരിച്ച് എത്രയോ അമ്മമാർ ഇത് കടിച്ചമർത്തി കഴിയുന്നുണ്ടാവും ഇവരുടെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ. ഇത് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് അപ്പുറത്ത് തന്നെ പലതും ഇവരിൽ നിന്ന് പൈസ ഇങ്ങോട്ട് ഈടാക്കുന്നുണ്ട്. സമ്പന്നരെ വീടുകളിൽ ചെന്നുകൊണ്ട് പൈസ ഇങ്ങോട്ട് ഈടാക്കുന്നു. അവര് മന്ത്രവാദത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ്, അല്ലെങ്കിൽ മറ്റേ ദുഷ്ടദേവതകളിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വളരെ രൂക്ഷമായിട്ട് നമുക്ക് മുമ്പത്തേക്കാളൊക്കെ കൂടുതലാണിത്. ഒരു കാലത്ത് ഒരു പക്ഷേ വെളിച്ചം ചെല്ലാത്ത സ്ഥലങ്ങൾ തേടിയാണ് ഇവർ ചെന്നിരുന്നതെങ്കിൽ ഇന്ന് നഗരമധ്യങ്ങളിൽ കൂടി ഇവർ വിലക്കുന്നു. അവിടെയാണ് ഈ പൈസ വെക്കുന്നത്. ഇപ്പൊ തൃശ്ശൂരും പരിസര പ്രദേശത്തൊക്കെ വ്യാപകമായ പരാതി വരുന്നു. ചില സഭകൾ അങ്ങനെ വിലസുകയാണെന്നാ പറയുന്നത്. ഓരോ പ്രാർത്ഥന വീട്ടിൽ വന്ന് നടത്തുന്നു, 2000, 3000 എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നു. അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% നിർബന്ധപൂർവ്വം മേടിച്ചു കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ തൃശ്ശൂരും പരിസര പ്രദേശത്തുള്ള വ്യാപകമായ പരാതികൾ ഞങ്ങളെയൊക്കെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട് പുതുക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇത് ചെറിയൊരു വിഷയമല്ല, ഇത് വളരെ വലിയ വിഷയമാണ്. ഭരണകൂടം ഇത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സമാജത്തില് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. കാരണം ഇതിന് തിരിച്ചടി കൊടുക്കാൻ തുടങ്ങിയാൽ എന്താ, നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അത് തിരിച്ചടികൾ തുടങ്ങുമ്പോൾ മതേതരത്വത്തിന് നൊന്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വെപ്രാളം ഈ കേരളം കാണിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ വെപ്രാളൊന്നും പേടിച്ചിട്ട് ഒരു പക്ഷേ നീതി പിടിച്ചെടുക്കാതിരിക്കില്ല. അപ്പൊ അതിലേക്ക് പോകാത്ത വിധത്തിൽ ഭരണകൂടം, ആഭ്യന്തര വകുപ്പൊക്കെ മയക്കുമരുന്നിന്റെ പുറകെ ഓടുമ്പോൾ അതേപോലെ തന്നെ, കാരണം മയക്കുമരുന്ന് സമാജത്തെ എത്രത്തോളം ദുഷിപ്പിക്കുന്നുവോ അത്രത്തോളമോ അതിൽ കൂടുതലോ ഇവരുടെ വിക്രിയകൾ സമാജത്തിന് ഭീഷണിയായി മാറുന്നുണ്ട്. അപ്പൊ അതിലെ ആഭ്യന്തര വകുപ്പ് വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കണം എന്നാണ് പറയാൻ.
ശരി, വളരെയധികം നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.